എന്നൊക്കെയുണ്ട് വിശേഷം. അപ്പോൾ 9-10 ദിവസത്തിന് ശേഷം ഞാൻ വന്നേക്കുവാണ്. ഞാൻ 10 ദിവസത്തിന് ശേഷം വന്നേക്കുവാണ്. ഞാൻ ഭയങ്കര എൻജോയിലാണ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കളിക്കുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ആണ്. ഇപ്പം ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടെ. ഞാൻ കുറച്ച് നാൾ മുമ്പേ കളിച്ചിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ നമ്മൾ വീണ്ടും ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് 8 ലക്ഷം രൂപ ഉണ്ട്. നമുക്കൊരു പുതിയ വണ്ടി മേടിക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഓപ്പൺ വേൾഡിൽ കയറിയിട്ടുണ്ട്. ഇതാരാ മിനി കൂപ്പർ പറ്റില്ല. ഈ ഡോറിന് എനിക്ക് അങ്ങനെ ഓടിക്കാൻ വേണ്ടി പാടാട്ടെ. ഞാൻ ഈ ഒച്ചത്തിൽ പറയുന്നതെന്നു വെച്ചാൽ ഈ വണ്ടിയുടെ സൗണ്ട് വെക്കാൻ സെൻറ്റിൻ്റെ വോളിയം കൂടി കണക്കായിരിക്കും. അപ്പോൾ അത് എനിക്കറിയില്ല. സോറി ഗായ്സ്. ഇപ്പം നമുക്ക് അത് ചെയ്തിട്ട് വരാം. കാർ വോളിയം കുറച്ചിടാം. എന്നിട്ട് നമുക്ക് സൗണ്ട് കുറച്ചിടാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടൂടെ? ഗായ്സ്, അപ്പോൾ നമ്മൾ കാർ സെയിലിന് ഇവിടെ എത്തി. 3 രൂപയ്ക്കൊക്കെ വണ്ടി കിട്ടി. എന്നാ കാറാന്ന് നോക്കട്ടെ. മറ്റേ കാഡിലാക്കിൻ്റെ ഒരു വണ്ടി കേട്ടോ. 3 രൂപയുള്ള മിനി കൂപ്പറിന് 18,000 രൂപ. നമ്മളെ XXX സ്റ്റോക്ക് നോക്കി F1 നമ്മടെ കുമ്മാടെ. ഇപ്പോൾ ഗായ്സ് ഇന്ന് അധികം എനിക്ക് കളക്ഷനൊന്നുമില്ല. പാർട്ടാക്കണോ നമുക്ക്? ഇതിനായിരം മേടിക്കണം അല്ലേ? ആ വണ്ടി മേടിക്കാം ഗൈസ്. എന്നായാലും നമുക്കൊന്ന് റേസിംഗ് കാറായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ മെനുവിൽ പോവാം. അപ്പം നമ്മൾ ആ വണ്ടി ഒന്ന് നമുക്ക് കാണാം. നമ്മുടെ 2 സീവൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അങ്ങ് റാലി ഡ്രൈവ്. നമുക്ക് റാലി ഓടിക്കാൻ പോവാം ഗൈസ്. എന്നതിന് 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ സമയമുള്ള. അതാണ് പെട്ടെന്ന് പറഞ്ഞാൽ അതെ ഇത് 10 മിനിറ്റ് ഉള്ള കാരണം പെട്ടെന്ന് ചെയ്യണം. പിന്നെ എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷം? ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ ഇട്ടുകൂടെ നിങ്ങൾ? ഗൈസ് 5 ലക്ഷം രൂപയ്ക്ക് മറ്റേ കിയാടെ വണ്ടി. Let's buy it. I like this car. Guys, this vehicle cannot. ഞാൻ ട്രേഡ് അല്ലല്ലോ കൊടുത്തു. എനിക്ക് വണ്ടി മേടിക്കണം ഗായ്സ്. അതെന്നാ പറ്റിയത്? എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ല. Buy this car. ഇതന്നെ എനിക്ക് കാശ് മേടിക്കാൻ പറ്റാത്ത. ഇൻ കേസ് വേറെ ഒരാളിപ്പോൾ ആ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് പോകുന്ന വിഷയം തന്നെ. നേരത്തെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഗായ്സ് കുഴപ്പമില്ല, നമുക്ക് വേറെ ഒരു ദിവസം വല്ലതും മേടിക്കാം. അപ്പം നമുക്ക് 500K തന്നെ പറയാൻ ചവൻ അത് പറഞ്ഞെങ്കിൽ നമുക്കത് പറയാം. ഐ മീൻ 500K ഇതന്നെ. ഞാൻ ഇവിടെ നമുക്ക് അകത്ത് എല്ലാം പറ്റുമെന്ന് പറയാം ഗൈസ്. വണ്ടി കൊള്ളാലോ ഗൈസ്. എനിക്കത് പെട്ടെന്ന് പറയണം. ഇത് പറ്റുന്നില്ല ഇത് മേടിക്കാൻ. 500K ഒന്നുകൂടി പറഞ്ഞു നോക്കാം. 500K ഉണ്ടാകും പോയി. ഞാൻ എപ്പോഴാണ് ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഈ സ്ഥലം.
ഗോൾഫ് വയ്ക്കണം. എനിക്ക് ഗോൾഫ് ഉണ്ടായിരുന്നു, മറ്റേ ജി വർക്ക് ചെയ്ത് സ്പോയിലറൊക്കെ ചെയ്ത് ഞാൻ മേടിച്ചത്. പക്ഷെ അതിപ്പോൾ എൻ്റെ ഇല്ല. ഈ വണ്ടിക്ക് എത്രയാണെന്ന് നോക്കട്ടെ. ഗോൾഫ് വിൽക്കാൻ എൻ്റെ 7 വിൽക്കാനുള്ള നല്ല വണ്ടി വിൽക്കാനില്ലായിരുന്നു മേടിക്കാമെന്ന്. നമുക്കെന്നാലും ഒന്ന് റിപ്പയർ ചെയ്തേക്കാം. നമുക്ക് റേസിംഗ് ട്രാക്കിലേക്കൊന്ന് ഇറങ്ങാം. എന്താ റേസിംഗ് ട്രാക്ക്? പിന്നെ താഴെ വന്നാൽ നമുക്ക് താഴേക്ക് പോവാം. ₹50 ഇതാന്ന് കേട്ടോ. വലിയ സ്പീഡൊന്നും ഇല്ലാതെ. നിങ്ങളൊന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണ്ടേ? നിങ്ങളെന്നെ അതൊന്നും ചെയ്യാത്ത. വണ്ടി ഇടിച്ചോ ഗൈസ്? എനിക്ക് എന്നാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസമാണ് കയറ്റിയത്, പക്ഷെ എനിക്ക് ആ മറ്റേ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഈ ഇടിക്കുമ്പോൾ ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ 2 ഈ വണ്ടി ഇടിക്കുമ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിട്ട് നമ്മൾ തെറിക്കത്തില്ലേ? അതെനിക്ക് ആ അപ്ഡേറ്റ് ചെയ്താൽ വന്നിട്ടില്ല. അത് എന്നാ ഒന്ന് കമൻറ്റ് ചെയ്യാമോ നിങ്ങൾ? എനിക്ക് വേണമെന്നുണ്ടോ? എനിക്കതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. നമുക്കെന്നാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ വ്ളോഗ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ റേസിംഗ് ട്രാക്കിന് എവിടം വരെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇനി കുറേ ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ കുറേ നേരം എടുക്കും. ഇപ്പോൾ നമ്മൾ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ ബൈ ഗായ്സ്.